പ്രിയപ്പെട്ട സുഹൃത്തെ നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. 2021 ഫെബ്രുവരി 19 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സ് ജനറൽ നോളേജ്. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിലും മത്സരങ്ങളുണ്ട്. അതിൽ ആര് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു അവർക്കായിരിക്കും വിജയം. നമ്മൾ ഓരോ ദിവസവും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്താൽ നമുക്ക് ഏതൊരു എക്സാമും വളരെ ഭംഗിയായിട്ടും കോൺഫിഡൻ്റായിട്ടും അപ്പിയർ ചെയ്യാൻ സാധിക്കും. നമ്മളുടെ പ്രിപ്പറേഷൻസ് പോലെ ഇരിക്കും നമ്മളുടെ വിജയം. ഇവിടെ ഈ വീഡിയോ ഓരോ ദിവസവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് നൽകാൻ ശ്രമിക്കുന്നു. അതേപോലെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് completed the second phase development project at a cost of rupees 9.34 crore is in which district of Kerala? കേരളത്തിലെ ഏത് ജില്ലയിലാണ് 9.34 കോടി രൂപയിൽ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് രണ്ടാം ഘട്ട വികസന പദ്ധതികൾ പൂർത്തിയാക്കിയത്? തിരുവനന്തപുരം ഡിസ്ട്രിക്ട്. 2021 ഫെബ്രുവരി 18 ടൂറിസം മിനിസ്റ്റർ കടകംപള്ളി സുരേന്ദ്രൻ രണ്ടാമത്തെ ഫേസ് ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സ് ഉദ്ഘാടനം ചെയ്തു. ഉരുളങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി നടപ്പാക്കിയ സംഗീത ജലധാര യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന വിഷയത്തെ കേന്ദ്രീകരിച്ച് കേരളത്തിൻ്റെ സമ്പന്നവും വൈവിധ്യപൂർണവുമായ സംസ്കാരത്തെ പ്രതിഫലിപ്പിക്കുന്നു. അതേ ദിവസം തന്നെ മിനിസ്റ്റർ 185.23 കോടി രൂപയ്ക്ക് ആക്കുളം ലേക്ക് കൺസർവേഷൻ പ്രൊജക്റ്റിൻ്റെ ഫൗണ്ടേഷൻ ഇട്ടു. What is the name of the daughter of a 12-year-old sailor who swam 36 kilometers and created awareness about autism spectrum disorder? 36 കിലോമീറ്റർ നീന്തി ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിനെ കുറിച്ച് അവബോധം സൃഷ്ടിച്ച 12 വയസ്സുള്ള നാവികൻ്റെ മകളുടെ പേര്? GRI. നേവൽ സെയിലർ മദൻ റായിയുടെ മകൾ GRI, 12 വയസ്സുള്ള കുട്ടി ബാന്ദ്ര വോർലി സീലിംഗ് മുതൽ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ വരെ 36 കിലോമീറ്റർ 8 മണിക്കൂർ 40 മിനിറ്റ് കൊണ്ട് 2021 ഫെബ്രുവരി 17 നീന്തി ഇതിലൂടെ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിനെ കുറിച്ചുള്ള അവബോധം സൃഷ്ടിച്ചു. വിച്ച് ഇന്ത്യൻ കമ്പനി ഡെലിവേർഡ് ദി 100th K9 വജ്ര ഹൊവിറ്റ്സർ ഗൺ ടു ആർമി? ഏത് ഇന്ത്യൻ കമ്പനിയാണ് 100ാമത്തെ K9 വജ്ര ഹൊവിറ്റ്സർ ഗൺ സൈന്യത്തിന് കൈമാറിയത്? ലാസൻ ആൻഡ് ടബ്രോ എലാൻറ്റി. 2021 ഫെബ്രുവരി 18 ആർമി ചീഫ് ജനറൽ മനോജ് നർവാനെ 100ാമത്തെ K9 വജ്ര ഹൊവിറ്റ്സർ ഗൺ ഗുജറാത്തിൽ ഹസീരയിൽ ആംഡ് സിസ്റ്റം കോംപ്ലക്സിൽ ഫ്ലാഗ് ഓഫ് ചെയ്തു. ദക്ഷിണ കൊറിയയുടെ അടിസ്ഥാന K9 തണ്ടറിൻ്റെ തദ്ദേശീയ പതിപ്പാണ് K9 വജ്ര. സ്വയം പ്രവർത്തിപ്പിക്കുന്ന ഹൊവിറ്റ്സർ 38 കിലോമീറ്റർ വരെ ഫയർ ചെയ്യാൻ സാധിക്കും. ദക്ഷിണ കൊറിയൻ കമ്പനിയുമായി സഹകരിച്ചാണ് ലാസൻ ആൻഡ് ടബ്രോ K9 വജ്ര ഹൊവിറ്റ്സർ ഗൺ നിർമ്മിക്കുന്നത്. വിച്ച് ഇന്ത്യൻ സിറ്റി ഹാസ് വൺ എ ഗ്രീൻ കണ്ടസ്റ്റ് 2020 ആൻഡ് എമേർജ്ഡ് ആസ് വൺ ഓഫ് ദ ട്രീ സിറ്റീസ് ഓഫ് ദ വേൾഡ്? 2020 ഗ്രീൻ കണ്ടസ്റ്റിൽ വിജയിച്ച ലോകത്തിലെ വൃക്ഷ നഗരങ്ങളിൽ ഒന്നായി മാറിയ ഇന്ത്യൻ നഗരം ഏതാണ്? ഹൈദരാബാദ്. നഗരവനങ്ങൾ വളർത്തുന്നതിനും പരിപാലിക്കുന്നതിനുമുള്ള പ്രതിജ്ഞാബദ്ധയ്ക്ക് ആർബർ ഡേ ഫൗണ്ടേഷൻ ആൻഡ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ലോകവൃക്ഷ നഗരമായി അംഗീകരിച്ച ഏക നഗരമാണ് ഇന്ത്യയിലെ ഹൈദരാബാദ്. ഇതുകൂടാതെ 23 രാജ്യങ്ങളിൽ 120ഓളം നഗരങ്ങളിൽ ആർബർ ഡേ ഫൗണ്ടേഷൻ ആൻഡ് ദ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ അംഗീകരിച്ചിട്ടുണ്ട്. വിച്ച് ഓർഗനൈസേഷൻ ഹാസ് വൺ 4 awards in the 19th Global Edition and the 4th India Edition of World Leadership Congress and Awards? വേൾഡ് ലീഡർഷിപ്പ് കോൺഗ്രസിൻ്റെ 19th ഗ്ലോബൽ എഡിഷനും ഇന്ത്യയുടെ 4th എഡിഷനിലും 4 അവാർഡുകൾ നേടിയ സംഘടന ഏതാണ്? ട്രൈഫെഡ്. 2021 ഫെബ്രുവരി 17 എക്കണോമിക് ടൈംസ് ഈ അവാർഡുകൾ പ്രസൻറ്റ് ചെയ്തു. ഓർഗനൈസേഷണൽ അവാർഡ് കാറ്റഗറിയിൽ 1 അവാർഡും ഇൻഡിവിജ്വൽ കാറ്റഗറിയിൽ 3 അവാർഡുമാണ് ലഭിച്ചത്. മാനേജിംഗ് ഡയറക്ടർ ശ്രീ പ്രവീർ കൃഷ്ണയാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ദി ഇയർ, ബ്രാൻഡ് ബിൽഡർ ഓഫ് ദി ഇയറും ദി ഓണ്ടർപ്രണർ ഓഫ് ദി ഇയറിനും അവാർഡ് ലഭിച്ചത്.
ഹൂ വൺ ദി സീനിയർ നാഷണൽ ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് വിമൻസ് സിംഗിൾ ടൈറ്റിൽ ഫോർ സെക്കൻഡ് ടൈം ഓൺ 18 ഫെബ്രുവരി 2021. 2021 ഫെബ്രുവരി 18 സീനിയർ നാഷണൽ ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് വനിതാ സിംഗിൾസ് കിരീടം രണ്ടാം തവണ നേടിയതാര്? മാണിക്യ ബത്ര. 2021 ഫെബ്രുവരി 18 സീനിയർ നാഷണൽ ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ മാണിക് ബത്ര റീത് റിഷ്യനെ 4-2 തോൽപ്പിച്ചുകൊണ്ട് സിംഗിൾ ടൈറ്റിൽസ് വിജയിച്ചു. കൂടാതെ 2015 ആദ്യത്തെ ടൈറ്റിൽ നേടിയിരുന്നു ഹൈദരാബാദിൽ വെച്ച്. 2017 റാഞ്ചിയിൽ വെച്ച് റണ്ണറപ്പായി. 2017 വിജയിച്ചത് സുതീർത്ത മുഖർജി. ഹൂ ബിക്കെയിം ദ മോസ്റ്റ് എക്സ്പെൻസീവ് ബൈ ഇൻ ദി IPL ഓപ്ഷൻ ഹിസ്റ്ററി വിച്ച് ഹെൽഡ് ഓൺ 18 ഫെബ്രുവരി 2021. 2021 ഫെബ്രുവരി 18 നടന്ന IPL ഓപ്ഷനിൽ ചരിത്രത്തിലെ ഏറ്റവും മോസ്റ്റ് എക്സ്പെൻസീവ് ബൈ ഇൻ ദി IPL ആരെയാണ് വാങ്ങിയത്? ക്രിസ് മോറിസ്. 16.25 കോടി രൂപയ്ക്ക് സൗത്ത് ആഫ്രിക്കൻ ഓൾറൗണ്ടർ ആയിട്ടുള്ള ക്രിസ് മോറിസിനെ രാജസ്ഥാൻ റോയൽസ് ആണ് വാങ്ങി ചരിത്രത്തിലെ ഏറ്റവും വിലയേറിയ ബൈയിങ് നടന്നത്. സ്പിൻ ബോളർ ഓൾറൗണ്ടർ ആയിട്ടുള്ള ഗൗതം ഗംഭീർ 9.25 കോടി രൂപയ്ക്ക് ചെന്നൈ സൂപ്പർ കിങ്സ് വാങ്ങിച്ചു. ഏറ്റവും കോസ്റ്റ്ലിസ്റ്റ് പ്ലെയർ IPL വിരാട് കോഹ്ലി ഇപ്പോഴും 17 കോടി രൂപയിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ നിലനിർത്തി. നമ്മളിന്ന് ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് അപ്ഡേറ്റ് ചെയ്തത്. നമ്മൾ ഓരോ പ്രാവശ്യം ഇതേപോലെ അപ്ഡേറ്റ് ചെയ്താൽ നമുക്ക് ഓരോ എക്സാമിലും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.